അപ്പൊ നമ്മളുടെ ഇന്നത്തെ മൂന്നാമത്തെ വീഡിയോ ആണ്. നമ്മളപ്പോൾ ഋഷികേശിലെ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ലാസ്റ്റ് വീഡിയോയിൽ. അപ്പൊ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് ഇനി നമ്മളുടെ ബീറ്റിൽസ് ആശ്രമത്തിലെ കഥ പറയാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിർത്തിയത്. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബീറ്റിൽസ് ആശ്രമത്തിൽ പോകുന്ന കഥയാണ്. അന്ന് ലില്ലയ്ക്ക് വരാൻ പറ്റില്ല, അന്ന് ഞാൻ തിരിച്ച് ലില്ലയുടെ കൂടെ തിരിച്ചു പോയി. പിന്നെ അടുത്ത ദിവസം ഞാൻ ഒറ്റയ്ക്കാണ് ഇറങ്ങിയത്. അപ്പൊ ഞാൻ അങ്ങനെ രാവിലെ ഇറങ്ങി. അപ്പൊ എനിക്ക് വഴി അറിയാം, ഞാൻ നടന്ന് ബീറ്റിൽസ് ആശ്രമത്തിന്റെ അവിടെ എത്തി. അപ്പൊ ഇന്ത്യക്കാർക്ക് 200 രൂപയാണ് അവിടുത്തെ എൻട്രി ഫീസ്. അപ്പൊ ഞാൻ 200 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. ഇറ്റ് വാസ് റിയലി ഗുഡ്. ഞാൻ എങ്ങനെയാ പറയേണ്ട, ആക്ച്വലി ഞാൻ അതിന് മുന്നേ ബീറ്റിൽസ് ആ ഒരു ബാൻഡിന്റെ മ്യൂസിക് ഒന്നും കേട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ അവിടെ എത്തിയപ്പോൾ എനിക്ക് അവരുടെ മ്യൂസിക് കേൾക്കണമെന്ന് തോന്നി. അപ്പൊ ഞാൻ ഉള്ളിൽ എത്തിയപ്പോൾ തന്നെ കുറച്ച് മ്യൂസിക് ഒക്കെ അവരുടെ അടുത്ത് കേട്ടു. അപ്പൊ എനിക്ക് തോന്നി അവിടെ നിന്ന് നമുക്ക് എന്താണോ ഒരു കഴിവുള്ളത് അതിനെ ബൂസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു മൈൻഡിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ ആ ഒരു സ്ഥലത്തിന് പറ്റുമെന്ന് എനിക്ക് തോന്നി. ഞാൻ കുറെ അതിനുള്ളിൽ നടന്നു. കുറെ ആശ്രമങ്ങളാണ്, അതായത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഒരു ഗുഹ പോലെ അതിനകത്ത് ഇങ്ങനെ കുറെ ഉണ്ട് നടക്കാൻ. അവിടെ നിന്ന് നമുക്ക് ആ ഒരു റിവർ സൈഡ് കാണാൻ പറ്റും, ഫുൾ ഗ്രീനറി, ഭയങ്കര രസമായിട്ടുള്ള ഒരു സ്ഥലം. വെർത്താണ്. ഇപ്പൊ ലില്ല 2000 കൊടുത്ത് കയറിയിട്ടുണ്ടെങ്കിലും അതൊരു വെർത്തായിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ നടക്കുമായിരുന്നു. ഞാൻ തന്നെയാണ് ആക്ച്വലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അകത്ത് കുറെ പെയിന്റിങ്സ് ഉണ്ട്, കുറെ പൊളിഞ്ഞു കിടക്കുന്ന കുറെ ബിൽഡിംഗ് ഉണ്ട്, ആ ബീറ്റിൽസിന്റെ ആ ഒരു ബാൻഡിലെ ആൾക്കാരുടെ പെയിന്റിങ്സ്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഒത്തിരി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കുറെ ഏക്കർ സ്ഥലമാണ്. അതിനുള്ളിൽ കുറെ ഇങ്ങനെ ആശ്രമത്തിന്റെ ആ കുറെ ബിൽഡിങ്സും ഇപ്പൊ ഒന്നും ഇല്ല അവിടെ, പക്ഷെ അതിപ്പോ ഇങ്ങനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുവാണ്. അങ്ങനെ ഞാൻ കുറെ നടന്നു. അപ്പൊ ഞാൻ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു റഷ്യക്കാരിയെ പരിചയപ്പെടുന്നത്. പുള്ളിക്കാരിക്ക് ആക്ച്വലി ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് റഷ്യൻ അറിയില്ല. അപ്പൊ ഞങ്ങൾ ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച സംസാരിച്ചത്. ഞാനിങ്ങനെ എന്താ പറയാനുള്ളത്, അപ്പോൾ പുള്ളിക്കാരിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് റഷ്യയിൽ കിട്ടും. പുള്ളിക്കാരി റഷ്യയിൽ സംസാരിച്ച് എനിക്ക് കാണിച്ചു തരും. അപ്പൊ എനിക്ക് അത് ഇംഗ്ലീഷിൽ കിട്ടും. അപ്പൊ അങ്ങനെ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നടക്കുമായിരുന്നു. ആക്ച്വലി പുള്ളിക്കാരിയുടെ പേര് ഞാൻ മറന്നു. പുള്ളിക്കാരി അവിടെ യോഗ പഠിക്കാനാണ് വന്നത്. പുള്ളിക്കാരി മെഡിറ്റേഷനും യോഗയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ ഒരു പൊളിഞ്ഞു കിടക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ കയറിയാൽ മേളിൽ ആ ഒരു കൺസ്ട്രക്ഷന്റെ മേളിൽ ഒരു ഗുഹ പോലത്തെ ഒരു സ്ഥലമുണ്ട്, അതിന്റെ അകത്തിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ ഭയങ്കര രസമാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് മെഡിറ്റേഷൻ ഒന്നും അങ്ങനെ അറിയില്ല, ആക്ച്വലി എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു, നമുക്ക് പോവാന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടന്ന് കുറച്ച് കുറെ കാടാണ്, അതിന് ഫുൾ കാടിന്റെ അകത്ത് ഇങ്ങനെ നടന്ന് എത്തുമ്പോഴത്തേക്കും ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിന്റെ അകത്ത് പൊളിഞ്ഞ ഒരു കൺസ്ട്രക്ഷൻ ആണ്. അതിന്റെ അകത്ത് ഒരു സ്റ്റെയർ ഉണ്ട്. അകത്ത് കാണുമ്പോൾ തന്നെ പേടിയാവും കേട്ടോ. ഭയങ്കര പഴയ ഒരു ബിൽഡിംഗ് ആണ്. അതിപ്പോ വേണമെങ്കിൽ പൊളിഞ്ഞ് നമ്മുടെ തലയിൽ വീഴാൻ അത്രയ്ക്കും ദുർബലമായിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. അതിന്ന് പടി കയറി മേളിലോട്ട് പോകുമ്പോൾ ഒരു ഗുഹ പോലത്തെ ഒരു ചെറിയൊരു ആശ്രമം. അതിനകത്ത് എന്താ പറയാ, നട്ടുച്ച വെയിലാണ്. അകത്തുനിന്ന് നല്ലൊരു തണുത്ത ഒരു ഫീല്, മരങ്ങൾ. എന്നിട്ട് അതിനകത്തിരുന്ന് ആ ഒരു റഷ്യക്കാരി ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, ഇങ്ങനെ ഓം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ആക്ച്വലി ഒന്നും അറിയില്ല, പക്ഷെ ഞാൻ പുള്ളിക്കാരി എനിക്ക് കുറച്ച് പറഞ്ഞു, ഇങ്ങനെ കുറെ ഓം എന്ന് കുറെ വട്ടം പറയാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് പുള്ളിയിൽ നിന്ന് ഒരു പോസിറ്റീവ് വൈബ് വരുമെന്ന് എന്നോട് പറഞ്ഞു. പുള്ളിക്കാരി അതിനകത്ത് തുടങ്ങിയപ്പോൾ തന്നെ അങ്ങ് ആഴത്തിൽ മെഡിറ്റേഷൻ, അങ്ങനെ ആഴത്തിലെത്തി. എനിക്ക് അത്ര ആയിട്ടില്ല, പക്ഷെ ഞാനും പുള്ളിക്കാരിയോടൊപ്പം ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ ഒരു വേറൊരു ലോകത്ത് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. രസമായിരുന്നു. ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാരണം അതിന് മുന്നേ ഒന്നും ഞാൻ ഒറ്റയ്ക്കിരുന്ന് അങ്ങനെ ചിന്തിക്കാറില്ല. ഇതെന്റെ സോളോ ട്രിപ്പ് ആദ്യമാണ്. അപ്പോൾ ബാക്കി ദിവസങ്ങൾ എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ കൂടെ പുള്ളിക്കാരി വന്നു. പക്ഷെ ഞാൻ ആ ഒരു മെഡിറ്റേഷൻ ചെയ്തപ്പോഴേക്കും ഞാൻ ആരാന്ന് എന്നോട് തന്നെ ഞാൻ ചോദിക്കാൻ തുടങ്ങി, ഞാൻ ആരാണ് ആക്ച്വലി. ഇപ്പൊ നമ്മളോട് എല്ലാവരും ഉണ്ട്. ഈ അച്ഛനുണ്ടാവാം, അമ്മയുണ്ടാവാം, നിങ്ങളുടെ ബ്രദർ, സിസ്റ്റർ, അല്ലെങ്കിൽ നിങ്ങളുടെ ബോയ് ഫ്രണ്ട്, ഹസ്ബൻഡ്, എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവാം. ഒരു പക്ഷേ നാളെ ഇവരാരും ഇല്ലെങ്കിൽ നീ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തി ആരാണ്? നമുക്ക് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ? ആരും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിൽ വന്നു. ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം അന്ന് ഞാൻ എന്നോട് ചോദിച്ചു, ഞാൻ ആരാണെന്ന് എന്നോട് ചോദിച്ചു. പക്ഷെ എനിക്ക് ഉത്തരം നൽകാൻ അറിയില്ല. കാരണം ഞാൻ എന്നെ കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ കാണുന്ന നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കും, നിങ്ങൾ ആരാണ്? നമ്മളിപ്പോ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ആ കുറെ ആളുകൾ കഴിഞ്ഞ് നിങ്ങളെന്ന ഒരു വ്യക്തിനെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത്തരത്തിലൊരു തോട്ട് ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ വന്നത് ആ ഒരു മെഡിറ്റേഷനിലൂടെയാണ്. പിന്നെ ഞാൻ കുറെ ചിന്തിക്കാൻ തുടങ്ങി. ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്, എന്നെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരുടെ തോട്ട് പ്രോസസ്സും എന്നെ എഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഫ്രണ്ട് സർക്കിൾ ആയാലും നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ട്.
ഒരു പക്ഷെ ഇവരൊന്നും ഇല്ലാണ്ടായാൽ ഞാൻ ആരാണെന്ന് എനിക്ക് ഉത്തരം കിട്ടിയില്ല. സ്റ്റിൽ എനിക്കറിയില്ല ഞാൻ ആരാണ്, ഞാൻ ഒറ്റയ്ക്കായാൽ ഞാൻ എന്താണ് ചെയ്യുക. പക്ഷെ അതിനുശേഷം ഞാൻ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. സെൽഫ് ലവ് അതിനെക്കുറിച്ചും, അതുപോലെ തന്നെ നമ്മളോട് തന്നെ സംസാരിക്കുന്നതിന് ഇമ്പോർട്ടൻസ്. അതായത് നമ്മൾ നമ്മളുടെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുന്നത് പോലെ അവരെല്ലാവരെക്കാളും നമ്മൾ കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മളെ തന്നെയാണ്. കാരണം നമ്മൾ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ, നമ്മുടെ സെൽഫിനെ നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ നമ്മൾ വെറും 0 ആണ്. അപ്പോൾ അവിടെ നിന്നാണ് ആ ഒരു തോട്ട് എനിക്ക് കിട്ടിയത്. അതിനുശേഷം ഞാൻ അതിൽ നിന്ന് ഇറങ്ങി തന്നെ കുറെ നടന്നു. പിന്നെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി ഞാൻ കുറെ സമയം ഇരുന്നു. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ തുടങ്ങി. അവിടുത്തെ കാഴ്ചകളാണെന്ന് പറയുന്നത് നമ്മൾ എല്ലാവരെയും വേറൊരു തലത്തിലോട്ട്, നമ്മളുടെ ചിന്തകളെയും നമ്മളുടെ എല്ലാം കൊണ്ട് നമ്മളൊരു വേറൊരു തലത്തിൽ എത്തിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആക്ച്വലി അതൊരു വെർത്തായിട്ടുള്ള ഒരു സ്ഥലമാണ്, വേറൊരു ഫീലാണ്. അവിടെ ആ ഒരു സ്വാമിമാര് താമസിച്ച ആ ഒരു ചെറിയ ആ ഒരു ആശ്രമമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വെളിച്ചം പോലും വരാതെ അത്ര ഇരുട്ടായിട്ട് ആ ഒരു കല്ലുകൾ കൊണ്ട് കൺസ്ട്രക്ട് ചെയ്ത് താഴെ ഒരു ടോയ്ലറ്റ് ഉണ്ടാവും. പിന്നെ ഒരു സ്ഥലം, ഒരു ചെറിയ, നമുക്ക് മുഴുവനായിട്ടൊന്നും നിവർന്ന് നിൽക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥലമാണ്. അപ്പൊ എങ്ങനെയാണ് അതിനുള്ളിൽ അവർ സർവൈവ് ചെയ്തതെന്ന് എനിക്കറിയില്ല. അപ്പൊ അതിനുള്ളിൽ മെഡിറ്റേഷൻ ആയിരിക്കാം. പക്ഷെ ആ ഒരു സ്ഥലം നിങ്ങളിപ്പോ ഋഷികേശ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലം മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം നമ്മളുടെ ചിന്തകളെ തന്നെ മാറ്റുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ എല്ലാവരും ലൈഫിൽ ഒരു വട്ടമെങ്കിലും സോളോ ട്രാവൽ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഞാൻ കറങ്ങിയിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പുള്ളിക്കാരൻ ഡൽഹിക്കാരനാ, എന്നോട് യൂട്യൂബറാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ പുള്ളിക്കാരൻ എന്നോട് വീഡിയോസ് എടുക്കട്ടെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, വേണ്ട, താല്പര്യമില്ല പറഞ്ഞു. അതിനുശേഷം ഞാൻ പിന്നെ അവിടെ നിന്ന് മാറി. അവിടെ കുറെ ഉണ്ട് കേട്ടോ നടക്കാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ നടക്കുമ്പോൾ പുള്ളിക്കാരൻ എന്നെ ഫോളോ ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്ത് ഫസ്റ്റ് ഞാൻ ഫീൽ ചെയ്യുന്നെന്നാണ് വിചാരിച്ചത്. പിന്നെ കുറച്ച് ഞാൻ വീണ്ടും വേറൊരു സ്ഥലത്തോട്ട് പോയപ്പോൾ അവിടെയും പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു. അപ്പോ ഫസ്റ്റ് വന്നിട്ട് എന്നോട് പറഞ്ഞു സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനും ഒരു സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്തിരുന്ന ഒരാളാണ്. തോറ്റു, അത് വേറെ. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ആ സിലബസിനെ കുറിച്ച് കുറെ സംസാരിച്ചു, എക്സാമിന്റെ അതിനെക്കുറിച്ച് കുറെ സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെ പുള്ളിക്കാരനും സോളോ ട്രാവലൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു ഞാൻ സോളോ വന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ അപ്പുറത്ത് ഭവനിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരനും അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. പിന്നെ പുള്ളിക്കാരൻ കുറെ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ അവിടെ അത്ര സേഫ് ആയിട്ട് തോന്നാത്തതുകൊണ്ട് അപ്പോഴത്തേക്കും കുറെ സമയമായി കേട്ടോ. കുറെ സമയം ഞാൻ ഫുള്ള് ബീറ്റിൽസ് കണ്ടതിന് ശേഷം പിന്നെ ഇറങ്ങേണ്ട സമയപ്പോൾ ഞാൻ ഇറങ്ങി. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ ഡ്രോപ്പ് ചെയ്യണോന്ന് ചോദിച്ചു, ഹോസ്റ്റലിലോട്ട് ഡ്രോപ്പ്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ പൊക്കോളാം, നടന്നു പോകാനേ ഉള്ളൂ പറഞ്ഞു. പോകാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഞാൻ ഗംഗ റിവർ സൈഡ് കുറെ സമയം ഇരുന്നു. പിന്നെ അവിടുത്തെ പോകുന്ന വഴിക്ക് കുറെ ടെമ്പിൾസ്, അങ്ങനെ ഇരിക്കാനും കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ ഇരുന്നു, അങ്ങനെ റെസ്റ്റ് ചെയ്തു. പോകുന്ന വഴിക്ക് ഫുഡും കഴിച്ച് ഞാൻ തിരിച്ചെന്റെ റൂമിലോട്ട് പോയി. അപ്പൊ രാത്രി ഞാനും മീവയും കൂടെ ഫുഡ് കഴിക്കാൻ ഒരുമിച്ച് പോകാന്ന് വെച്ചു. അപ്പൊ ഞാനും മീവയും കൂടെ രാത്രി ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി. മീവനെ ഞാൻ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. എൻ്റെ ഒരു ജാപ്പനീസ് ഫ്രണ്ടാണ്, ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പരിചയപ്പെട്ടത്. അങ്ങനെ ഞാനും മീവയും കൂടെ രാത്രി ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു സ്കൂട്ടറിൽ ഒരാൾ വന്ന് എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇടിച്ചു നിർത്തുന്ന പോലെ വന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. അപ്പൊ ഞാനങ്ങ് ടെൻഷനായി, ആരാ? മീവയും ഷോക്കായി, ആരാ അത്? എന്നിട്ട് ആള് ഹെൽമെറ്റ് മാറ്റിയിട്ട് മറ്റേ പുള്ളിക്കാരൻ, ഞാൻ ആ ബീറ്റിൽസ് ആശ്രമത്തിൽ പോയി കണ്ട ആ പുള്ളിക്കാരൻ വന്നിട്ട് സർപ്രൈസ് ആയിട്ട് കാണാൻ വന്നതാണ്. ഞാനങ്ങ് ഷോക്കായി. എനിക്കാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന പുള്ളിക്കാരൻ സർപ്രൈസ് ആയിട്ട് എന്നെ കാണാൻ വരേണ്ട ഒരു ആവശ്യമില്ല. എന്നിട്ട് പുള്ളി ഞാൻ സ്റ്റേ ചെയ്യുന്ന ഹോസ്റ്റലിൽ താമസിക്കാൻ വരാൻ പോവാ, നമുക്ക് ഒരുമിച്ച് കറങ്ങാൻ പോവാന്നൊക്കെ. അതായത് ഞാൻ വെറുതെ ഫസ്റ്റ് പുള്ളിക്കാരൻ പരിചയപ്പെട്ടേ ഉള്ളൂ, അതിന് മുന്നേ ഇങ്ങനെ വന്ന് ഓവർ കെയറിങ്. അപ്പൊ ഞാൻ ഈ ഒരു കഥ ഇപ്പൊ പറയാൻ കാരണം, നമ്മളിപ്പോ പ്രത്യേകിച്ച് സ്ത്രീകളോടാണ്, പെൺകുട്ടികൾ ഒറ്റയ്ക്ക് സോളോ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്ട്രേഞ്ചേഴ്സിനോട് ഒറ്റയ്ക്കാണ് വന്നതെന്ന് പറയരുത്. അവരോട് പറയുക ഞാൻ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് പുറത്ത് ഒറ്റയ്ക്ക് ഇറങ്ങിയതാന്ന് പറയുക. അല്ലെങ്കിൽ അനാവശ്യമായി കുറെ കെയറിങ് ഏട്ടായിമാരും അല്ലെങ്കിൽ അങ്കിളുമാരൊക്കെ നമ്മളുടെ പുറകെ വരും. അപ്പോൾ മാക്സിമം നമ്മൾ ഒറ്റയ്ക്കാണെന്ന് ആരോടും പറയാതിരിക്കുക. ഈ ഒരു പോയിന്റ് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കഥ പറഞ്ഞത്. അങ്ങനെ ബീറ്റിൽസ് ആശ്രമത്തില് അങ്ങനെ വളരെ രസകരമായിട്ട് അത് അന്നത്തെ ഡേ കഴിഞ്ഞു. എന്നിട്ട് രാത്രി അപ്പൊ മീവയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ആരോടും സ്ട്രേഞ്ചേഴ്സിനോട് ഒറ്റയ്ക്ക് വന്നെന്ന് പറയരുത്, ഇത്തരത്തിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നെക്സ്റ്റ് ഡേ ഞങ്ങൾ സ്റ്റേ മാറി, ഞാനും മീവയും കൂടെ വേറൊരു സ്ഥലത്തോട്ട് മാറി. പിന്നെ അയാളെ കണ്ടിട്ടില്ല. അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞു. ബീറ്റിൽസ് ആശ്രമത്തിലെ സ്റ്റോറി ഇത്രയാണ്.
അപ്പൊ ഇനിയും പറയാനുള്ളത്, ഞാൻ ഇനിയും അങ്ങനെ ഒരാഴ്ച ഞാൻ ഋഷികേശിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. പല പല ഹോസ്റ്റലിൽ മാറി പല ആളുകളെ കണ്ടു. ഇത്തരത്തിൽ കുറച്ച് പേര് ഉടായിപ്പായിരിക്കും, പക്ഷെ ഒത്തിരി നല്ല ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഞാൻ അടുത്ത് നമ്മുടെ ഋഷികേശിൽ നിന്ന് പോയത് മണാലിയിലാണ്. അപ്പൊ മണാലിയിലെ വിശേഷങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. എന്റെ ഫസ്റ്റ് ട്രെക്കിന്റെ കഥ, മണാലിയിൽ നിന്നാണ് ഞാൻ ട്രെക്ക് പോയത്. അവിടെ കുറെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തു, അവരുടെ കഥ, അവിടുത്തെ ഹോസ്റ്റൽ സ്റ്റേ. അത് കഴിഞ്ഞ് മണാലിയിൽ നിന്ന് കസോൾ, അതുപോലെ തന്നെ ബീറൊക്കെ പോയ ഒത്തിരി കഥകളുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. പിന്നെ ഇത്രയേ ഉള്ളൂ. ബീറ്റിൽസ് ആശ്രമത്തിലെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടം ആയാൽ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ബാക്കി കഥ അടുത്ത വീഡിയോയിൽ പറയാം. ബൈ ബൈ.